ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മണ്ഡലമാസമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു പൂളപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയാലോ. പുഴുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൂളയും ചേമ്പും പച്ചക്കായയുമാണ്. ഇനി നമുക്കിതിലേക്കൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയറിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5-6 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പൂളയും ചേമ്പും പച്ചക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ച് എടുക്കാനായിട്ട് വയ്ക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിനൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറിനെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തേങ്ങ ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു വറവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയോടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുഴുക്കിൻ്റെ മേളിലോട്ട് ഈ വറവ് കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പുഴുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ.